പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവമായ അഭിവാദ്യം. ഇന്ന് നാം ആചരിക്കുന്നത് ഒരു സാധാരണ ദിവസമല്ല, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദിനമാണ് ഗുഡ് ഫ്രൈഡേ. മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവപുത്രൻ തന്റെ ജീവൻ തന്നെ സമർപ്പിച്ച ദിനം. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഈ ദിവസം എന്തുകൊണ്ട് ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നു? ദുഃഖവും വേദനയും നിറഞ്ഞ ദിനം എങ്ങനെ ഗുഡായി മാറി? ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഈ ദിവസത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം മനുഷ്യനോട് പ്രകടമായി. തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിന്റെ കഷ്ടപ്പാടുകൾ നമ്മുടെ മോചനത്തിന്റെ വിലയാണ്. ഗെത്സേമൻ തോട്ടത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. യേശു വേദനയിലും പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. പക്ഷെ അവസാനമായി എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വലിയ ഒരു പാഠം പഠിക്കുന്നു. ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയാകണം. വഞ്ചനയും നിരാകരണവും. യേശുവിനെ ചുംബനത്തിലൂടെ വഞ്ചിച്ചത് യൂദാസായിരുന്നു. അവനെ നിഷേധിച്ചതോ അവന്റെ അടുത്ത ശിഷ്യനായ പത്രോസാണ്. ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ യേശുവിനെ വാക്കുകളിൽ മാത്രം സ്നേഹിക്കുന്നവനാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് അവനെ സാക്ഷീകരിക്കുന്നവനോ? ക്രൂശിന്റെ വഴിയിലൂടെ യേശു ക്രൂശ് ചുമന്ന് നടന്നപ്പോൾ ആളുകൾ പരിഹസിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം ചാർത്തി. അവൻ വീണു, വീണ്ടും എഴുന്നേറ്റു. ഇവിടെ നമ്മൾ കാണുന്നത് വേദനയിലും അവൻ നിർത്തിയില്ല. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ വരും, വേദനകൾ വരും, അപമാനങ്ങൾ വരും. പക്ഷേ നാം മുന്നോട്ട് പോകണം. ക്രൂശിലെ 7 വചനങ്ങൾ തരുന്ന ജീവിത പാഠങ്ങൾ. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇത് സൂചിപ്പിക്കുന്ന ക്ഷമയുടെ ശക്തിയാണ്. ഇന്ന് നീ എന്നോടുകൂടെ സ്വർഗത്തിലിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് അവസാന നിമിഷത്തിലും രക്ഷയുടെ വാതിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവൾ നിന്റെ അമ്മ. ഇതിലെ ജീവിത പാഠം ബന്ധങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഇതിലെ ജീവിത പാഠം മനുഷ്യവേദനയുടെ ആഴം കാണിക്കുന്നതാണ്. എനിക്ക് ദാഹമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ശരീരവേദനയും ആത്മീയ ദാഹവുമാണ്. ഇത് പൂർത്തിയായി. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയായി എന്നുള്ളതാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതിൽ നിന്നുള്ള ജീവിത പാഠം സമർപ്പണമാണ്. ക്രൂശ് ആദ്യം ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു, പക്ഷെ യേശു അതിനെ അനുഗ്രഹമായി മാറ്റി. ഇന്ന് ക്രൂശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്, പ്രത്യാശയുടെ അടയാളമാണ്. ഇന്ന് നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ക്രൂശ് ചുമക്കാൻ തയ്യാറാണോ? ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കുന്നുണ്ടോ? യേശു മരിച്ചത് നല്ലവർക്ക് വേണ്ടി മാത്രമല്ല, പാപികൾക്ക് വേണ്ടി കൂടിയാണ്, നമ്മളെപ്പോലുള്ളവർക്കായി. അവന്റെ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്, ത്യാഗപൂർണമാണ്. ഗുഡ് ഫ്രൈഡേ നമ്മളോട് പറയുന്നത് സ്നേഹം, ത്യാഗം ഇവയൊക്കെ ആവശ്യപ്പെടുന്നു. ക്ഷമ ശക്തിയാണ്. വേദനയുടെ പിന്നിൽ വിജയമുണ്ട്. മരണം ഒരു അവസാന വാക്കല്ല. പ്രിയരെ, ഇന്ന് നാം ഈ ക്രൂശിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓർക്കുക, യേശുവിന്റെ സ്നേഹം ഓർക്കുക, നമ്മുടെ ജീവിതം മാറ്റാൻ തീരുമാനിക്കുക. ക്രൂശ് നമ്മെ വിളിക്കുന്നു, എന്നെ പിന്തുടരുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, നിന്റെ ക്രൂശിലെ ത്യാഗം ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ സ്നേഹം ഞങ്ങളെ മാറ്റട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേ ആശംസകൾ.